ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഞാൻ ഈ കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 കപ്പ് മൈദ, 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, 3 മുട്ട, 1 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, അത് ഞാൻ അരിക്കാതെ തന്നെ എടുത്തു വച്ചിരിക്കുകയാണ്, 1/4 കപ്പ് ബട്ടർ ഉരുക്കിയത്, 1 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് ഫുഡ് കളർ, നിങ്ങൾക്ക് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1/2 കഷ്ണം ഓറഞ്ച്, കുറച്ച് റേസിൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഇന്നത്തെ ഓറഞ്ച് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓറഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു അരിപ്പ് വെച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ഇടാം, ബേക്കിംഗ് സോഡ ഇടാം, ഉപ്പിടാം, കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം, ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഒന്ന് അരിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാൻ മുട്ട എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് മിക്സിങ് നടത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം ഈ ഫുഡ് പ്രോസസ്സറിൻ്റെ ജാർ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വിസ്കിങ് ആൻഡ് എമൽസിഫയിങ് ഡിസ്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് ജാർ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് എഗ് വൈറ്റ് മാത്രം നന്നായിട്ടൊന്ന് നന്നായി ബീറ്റായി വന്ന എഗ് വൈറ്റിലേക്ക് നമുക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇതിലേക്കിട്ട് നമുക്കൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം പൊടികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് തുറന്നിട്ട് പകുതി ഭാഗം ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് നമുക്കൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഫുഡ് കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വീണ്ടും ഇത് ബീറ്റ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ലാസ്റ്റ് പോർഷനിലെ പൊടികളും ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുക്കാം. അതിലേക്കൊരു ബട്ടർ പേപ്പർ വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു A4 പേപ്പറിൽ കുറച്ച് ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ബട്ടർ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക.
ഇനി അതിൻ്റെ ബബിൾസ് പോകാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റേസിൻസ് ഇട്ട് കൊടുക്കാം. നമ്മളിത് അവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. പ്രീ ഹീറ്റ് ചെയ്യുമ്പം ഈ വയർ റാക്ക് മിഡിലായിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ OTG ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബാറ്റർ വച്ചതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ 180 സെറ്റ് ചെയ്യാം. ഫങ്ഷൻ ബോത്ത് സൈഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ കേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 30 മിനിറ്റായി. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് ശരിക്ക് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 5 മിനിറ്റും കൂടി കൂടുതൽ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ നമ്മുടെ ഓവൻ്റെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പം ടൈമിങ്ങിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയൻസ് വരാം. ഇത് നമുക്ക് ശരിക്കും ബേക്കായി നോക്കണമെങ്കിൽ കേക്കിൻ്റെ ഏറ്റവും നടുക്ക് ഒരു സ്റ്റീൽ റോഡോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കൊണ്ട് നമ്മൾ കുത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് ഇത് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. നല്ല സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.